അല്ല, കെ മുരളീധരൻ ഒരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്ന് വലിയ രീതിയിൽ ക്യാമ്പയിൻ നടന്നത്. ഞാൻ പറയുന്നത് നേതാക്കൾ തന്നെ പറഞ്ഞു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകർ പലപ്പോഴും എൻ്റെ ഫ്ലക്സ് ബോർഡ് വെക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വെച്ചു, പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരാളെ മോശമാക്കരുത്. ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ഈ വിജയത്തിൽ പങ്കാളികളല്ലേ. അതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞേ, ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം മാറി നിന്ന് സിംഗിൾ ഡാൻസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാളെ പ്രവർത്തിക്കോ, ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ മറ്റ് നേതാവിനെ എക്സിനെ പുകഴ്ത്താൻ വേണ്ടി വൈനെ ചീത്ത പറയുന്ന സിസ്റ്റം നല്ലതല്ല. അത് നടക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും തെറ്റായൊരു സമീപനം. ഞാൻ പറയും, തെറ്റായ സമീപനമാണത്. എല്ലാവരും ടീം UDF ആണ്, ഞാൻ ഉൾപ്പെടെ. അതിൽ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് പിന്തുണ നൽകാം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരാളെയും മോശക്കാരനാക്കരുത്. നാളെ ഇപ്പം MLA മാരുടെ അഭിപ്രായം ചോദിക്കും. സ്വാഭാവികമായിട്ടും പണ്ട് MP ആയിട്ടാണ് അങ്ങയോട് ചോദിച്ചത്. പക്ഷേ അങ്ങ് ഇതിലൊരു സ്റ്റേക്ക് ഹോൾഡറാണ്, ശരിക്കും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ്. അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, ഞാൻ എൻ്റെ നിലപാട് ഞാൻ തുറന്നു പറയും. അതിൽ ഇന്ന് ഞാൻ പുറത്ത് പറയില്ല. പക്ഷേ ഹൈക്കമാൻഡ് പ്രതിനിധികളോട് ഞാൻ എൻ്റെ സജഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അറിയും. അങ്ങയുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും? അല്ല, ഞാൻ ഒറ്റ കാര്യം, ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ആളാണ്. എനിക്ക് എന്നാൽ പക്ഷേ എന്ന് ചോദിച്ചാൽ ഫലം കിട്ടാതിരുന്നിട്ടൊന്നുമില്ല. KPC പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ കിട്ടി. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം, അധ്വാനിക്കുന്നവർക്ക് ഫലം കിട്ടണം. അതിൽ സീനിയോറിറ്റി ആവരുത്. അത് സീനിയോറിറ്റി അല്ല, അധ്വാനിക്കുന്നവർക്ക് ഫലം കിട്ടണം. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. പക്ഷേ ഒരിക്കലും ഞാൻ പരസ്യമായിട്ട് പുറത്ത് പേര് പറയില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും.